നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ ഉത്ര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ഒരു പുതിയ വർഷം തുടങ്ങാൻ പോവുകയാണ്. ജനുവരി മാസത്തിലെ പുതിയ വർഷത്തെ ആദ്യത്തെ മാസത്തെ ഫലങ്ങൾ എല്ലാവർക്കും അനുകൂലമായിരിക്കട്ടെ എന്ന് പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് അത്രയ്ക്ക് അനുകൂലമല്ല. കേന്ദ്രസ്ഥാനത്ത് ചാരവശാൽ വ്യാഴം വരുന്ന സമയത്ത് എന്നാലും ദൈവാധീനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവാധീനം ഉണ്ട്. എന്നാലൊരു പാപമധ്യസ്ഥിതി ആയത് കാരണം കൊണ്ട് അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുകയും സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. 5ാം ഭാവത്തിൽ നിപുണായോഗം ചായത്തിനും ബുധനും ലഗ്നാധിപതി 5ാം ഭാവത്തിൽ യോഗകാരകത്വം വഹിച്ചു നിൽക്കുന്നത് കാരണം മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും. എന്നാൽ പോലും അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുക, നടുവേദന പോലെയുള്ള രോഗങ്ങൾ, പ്രിയകലഹസ്തഗത എന്ന് പറയുന്ന യോഗം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടുള്ള മാനസിക ടെൻഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രതിബന്ധങ്ങളൊക്കെ അനുഭവപ്പെടാനായിട്ട് ഉത്തര നക്ഷത്രത്തിൻ്റെ ആഴ്ച 15 നാഴികയിൽ ജനിച്ചവർക്കുണ്ട്. എന്നാൽ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് കന്നിക്കൂറാണ്. കന്നിക്കൂറുകാർക്ക് 9ൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് ദൈവാധീനം കൊണ്ട് എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനും പ്രതികൂലമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും അതിജീവിച്ച് നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനും യോഗമുള്ള ഒരു സമയമായിട്ട് വേണം കരുതാനായിട്ട്. ലഗ്നാൽ 4ലെ ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ സർവാഭിഷ്ട സ്ഥാനത്ത് നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ടാണ് ചൊവ്വ നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ ബാധയിൽ രാഹു നിൽക്കുന്ന നാഗദോഷം കുറച്ച് പ്രബലമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങൾക്ക് യോഗമുണ്ട്. മാത്രമല്ല ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ, വീട് വിട്ട് നിൽക്കാനായിട്ട് വരിക, വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ദേഷ്യം എടുത്തിട്ടൊക്കെ കൂടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ തടസ്സങ്ങളൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 7ാം ഭാവാധിപതിയാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഭാര്യാഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും, ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. 5ാം ഭാവാധിപതി ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടെങ്കിലും ശുക്രന് ശനിയുടെ യോഗമാണ്. അപ്പോൾ ശനിയുടെ യോഗം വരുമ്പോൾ ചെറിയൊരു സന്യാസയോഗം അല്ലെ പ്രവർജ്ജയോഗം എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ സന്യാസയോഗം ഉള്ളത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണെങ്കിലും ശാരീരികമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഈ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളോടൊത്തുള്ള താല്പര്യം, ഇതൊക്കെ ഒന്ന് കുറയാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക, നാഗദോഷ പരിഹാരം ചെയ്യുക. ഈ മാസത്തിൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാമ്പത്തിക നേട്ടം അനുഭവിക്കാനായിട്ട് ഉത്തര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.